ഹായ് മക്കളെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ കിഴി പൊറോട്ട ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ആവശ്യമായിട്ടുള്ള വാഴയില പോയി വെട്ടിയെടുക്കുന്നുണ്ട്. കൂടെ കിഴി പൊറോട്ടയ്ക്ക് പൊറോട്ട കെട്ടാനുള്ള വള്ളിയും കൂടി നമ്മൾ അതിൽ നിന്ന് തന്നെ എടുക്കുന്നുണ്ട്. വാഴ കൊണ്ടുവച്ച് അതിൻ്റെ ഉണങ്ങിയിരിക്കുന്ന ഇലയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ വള്ളി കുറച്ചും കൂടി നേർപ്പിച്ചൊന്ന് കട്ട് ചെയ്തെടുക്കുക. അവിടെ അടുത്ത് നമ്മുടെ പൊറോട്ടയ്ക്കുള്ള മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഈ സവാളയുടെ ഈ അകത്ത ഇത് മാറ്റിക്കളയണം തൊലി, എന്നിട്ട് പുറത്തെ തൊലി കുഞ്ഞുള്ളി, അപ്പോൾ നമ്മൾ പുതിയൊരു കറിച്ചട്ടി വാങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് ഇനി തുടരെയുള്ള വീഡിയോസൊക്കെ ഇത് കാണാം. അപ്പോൾ ഇപ്പോൾ ഭയങ്കര വിലയാണ് ചട്ടിക്കൊക്കെ. അപ്പോൾ നമ്മളിന്ന് കിഴി പൊറോട്ട ആവിയിൽ വെച്ചെടുക്കുന്നത് ഈ ചട്ടിക്കകത്ത് വെച്ചിട്ടാണ്. അങ്ങനെ പ്രൈസ് വരുന്നത് ഒരു 300 രൂപയിൽ കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ ഭയങ്കര വിലയാണ് സാധനങ്ങൾക്കൊക്കെ. പണ്ടത്തെ വിലയെന്ന് ഭയങ്കര വിലയാണ്. അപ്പോൾ ഇപ്പോൾ ചെയ്യുന്നത് നമ്മുടെ ചിക്കൻ കറിക്കൊക്കെ ഉള്ള സവാളയെല്ലാം തൊലിച്ച് വെച്ച് അത് കട്ട് ചെയ്യുവാണ്. മാക്സിമം ചെറുതായിട്ട് കട്ട് ചെയ്യാൻ നോക്കുക. കുഞ്ഞുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, തൊണ്ടമുളക്, പച്ചമുളക് ഇതിനി ചതച്ച് കൊണ്ടുവന്ന് ഇട്ട് കാണും. ഈ കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ അരച്ചതെന്ന് കുറച്ചായിട്ട് ഈ ചിക്കനിലിട്ട് കുറച്ച് മുളക് പൊടിയും മസാലയൊക്കെ ഇട്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നമ്മൾ ഫ്രൈ ചെയ്യുകയാണ്. ഇതും കിഴി പൊറോട്ടയ്ക്ക് വേണ്ടതാണ്. അപ്പോൾ തീയിട്ട് എണ്ണ നല്ല തിളച്ച് വരുമ്പോഴത്തേക്കും തന്നെ എണ്ണ നല്ല ചൂടാക്കിയിട്ട് തന്നെ ഇടുക. ചിക്കൻ ഫ്രൈ ആവാനൊക്കെ ഇടുക. ഒരു ടേസ്റ്റിനും കാര്യത്തിനും ഒക്കെ ആയിട്ട് കറിവേപ്പില മുകളിലോട്ട് കറിവേപ്പില കുറച്ച് കൂടുതലിട്ടോ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്ത് അധികം മൂത്ത് കരിഞ്ഞു പോകാതെ അത്യാവശ്യം അതിൻ്റെ ഒരു പരുവത്തിന് ഫ്രൈ ചെയ്തെടുത്തിട്ട് മാറ്റി വയ്ക്കുക. അടുത്തായിട്ടൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ചിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ ചിക്കൻ കറി വയ്ക്കുന്നത്. അപ്പോൾ ചിക്കൻ കറിക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ബാക്കി വന്ന ആ ഓയിലിൽ തന്നെ എടുക്കാം. ആ ഓയിലിൽ എടുക്കുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ. എന്ന് വെച്ചാൽ ആ ഓയിൽ നമുക്കിനി വേറെ ഒന്നിനും എടുക്കാൻ ഒക്കത്തില്ല. ഓയിൽ നമ്മൾ ഒരു തവണ യൂസ് ചെയ്ത ഓയിൽ 2-3 ദിവസം കഴിഞ്ഞിട്ട് വേറെ റെസിപ്പീസിന് വേണ്ടി ഒന്ന് യൂസ് ചെയ്യുന്നത് അത്ര നല്ലതല്ല. അപ്പോൾ ഇത് നമുക്ക് കറിക്ക് വേണ്ടി തന്നെ യൂസ് ചെയ്യാം. ഇനി നമുക്ക് കറിയുടെ കാര്യങ്ങളൊക്കെ തുടങ്ങാം. ആദ്യം കറിവേപ്പിലയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് ചിക്കൻ കറിയിൽ യൂസ് ചെയ്യാനുള്ള വെള്ളം തിളപ്പിച്ച വെള്ളം തന്നെ എടുക്കുക. പച്ചവെള്ളം എടുക്കൽ നമ്മൾ കറിക്ക് വേണ്ടി വെള്ളം വീത്തുമ്പോഴത്തേക്കും അതിൻ്റെ എണ്ണയിലോട്ട് സവാളയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിലോട്ട് തൊണ്ടമുളകും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഉണ്ട്, അത് ഇപ്പോഴാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അതുകൊണ്ട് അത് നന്നായിട്ടൊന്ന് അതിലേക്ക് ഒരു പച്ചമണം മാറി വരുമ്പോഴത്തേക്കും നമുക്ക് അടുത്തതൊക്കെ ഇടാം. മാക്സിമം അടച്ചിട്ട് തന്നെ വേവിക്കാൻ ശ്രമിക്കുക. അപ്പോഴത്തേക്കും ഒരു 6-7 മിനിറ്റ് അടച്ചിട്ട് വേവിക്കുമ്പോഴത്തേക്കും സവാളയും തക്കാളിയും ഒക്കെ വരും. ഇതിലോട്ട് നമ്മുടെ ചിക്കൻ എടുത്തിട്ട് കൊടുക്കാം. മസാല മീൻസ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ട് മിക്സ് ചെയ്ത് വെച്ച ചിക്കനാണ്. അതും കൂടി ഇതിലോട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി ഇതുപോലെ സൈഡിൽ നിന്നൊക്കെയുള്ള മസാലയൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് നന്നായിട്ട് അടച്ചു വെച്ച് തന്നെ വേവിക്കുക. മാക്സിമം അടച്ചു വെച്ച് തന്നെ എല്ലാ കറികളും ഉണ്ടാക്കുമ്പോൾ അടച്ചു വെച്ച് തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞൊരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അടച്ച് തുറന്നിട്ടുണ്ട്. ചിക്കൻ ഒരു 1/4 ഭാഗം കുക്കൊക്കെ ആയിട്ടുണ്ട്. അതിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതിലോട്ട് നമ്മൾ നേരത്തെ സൈഡിൽ തിളപ്പിച്ച് വെച്ച ആ വെള്ളം, ചൂടുവെള്ളം കുറച്ചൊഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക.
ഇനി കറിയുടെ മുകളിലോട്ട് കുറച്ച് കറിവേപ്പില കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. കറിവേപ്പിലയൊക്കെ ആവശ്യത്തിന് ഇടുന്ന നമ്മളൊരു ടേസ്റ്റ് ഫ്ലേവറിനനുസരിച്ച് യൂസ് ചെയ്യാമെന്നുള്ളതാണ്. ആൻഡ് ഇവിടെ കിഴി പൊറോട്ടയ്ക്കുള്ള മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. വീട്ടിലുണ്ടാക്കാൻ എളുപ്പമാണെന്ന് വെച്ചാൽ ഭയങ്കര എളുപ്പമാണെന്നൊന്നും പറയുന്നില്ല. ഒന്ന് കുക്കിങ്ങിൽ ഒരുവിധം സ്കില്ലുള്ളവർക്കൊക്കെ എളുപ്പമാണ്. പിന്നെ ടൈം ഉള്ളവർക്കാണെങ്കിലും എളുപ്പമാണ്. ഇനി സമയമില്ല, നിങ്ങൾക്ക് അത്ര കഷ്ടപ്പെടാൻ വയ്യെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിയാലും മതി. ഞങ്ങളിവിടെ വീട്ടിലുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. വീട്ടിലുണ്ടാക്കുന്നവരാണെങ്കിൽ മാവ് അത്യാവശ്യം അതിന് വേണ്ട സമയം തന്നെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കുക. ആൻഡ് ചുട്ടെടുക്കുമ്പോൾ കരിഞ്ഞോ അതൊക്കെ നോക്കുക. ഒരു 7-8 സെറ്റ് പൊറോട്ട ചുട്ടെടുത്തിട്ട് ഇതുപോലെ തന്നെ നന്നായിട്ട് അടിച്ചെടുക്കുക. അടിച്ചധികം പൊടിഞ്ഞു പോകാതെ സൂക്ഷിക്കുക കേട്ടോ. നമ്മുടെ ചിക്കൻ കറി അതുപോലെ തന്നെ തേങ്ങാപ്പാൽ ഒഴിച്ച കിഴി പൊറോട്ടയാണ്. ഭയങ്കര തേങ്ങാപ്പാൽ ഒഴിക്കുന്നത്. അതെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചട്ടിയിൽ വെച്ചാണ് ആവി എടുക്കുക, ആവി കൊള്ളിക്കുന്നത്. അങ്ങനെ നമ്മൾ നേരത്തെ എടുത്ത ആ വാട്ടിയ വാഴയില വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ സെറ്റ് ചെയ്യുന്ന വീഡിയോ, ലോങ് വീഡിയോ ഒക്കെ എടുത്തത് നമ്മുടെ ഫോണിൽ ഡിലീറ്റായി പോയിട്ടുണ്ട്. അപ്പോൾ ഉടനെ തന്നെ ഷോർട്ട് വീഡിയോ, ഇത് സെറ്റാക്കുന്ന ഷോർട്ട് വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ കിഴി പൊറോട്ടയൊക്കെ ആവിയിലൊക്കെ വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ടൊക്കെ കിഴി കെട്ടി അത് ഓപ്പൺ ചെയ്യുവാണിപ്പോൾ. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് ഇപ്പോൾ കുറച്ച് നാളായി. കുറച്ച് ഫാമിലി ആയിട്ട് കുറച്ച് കറക്കം വെക്കേഷനൊക്കെ അല്ല, അതൊക്കെ ആയിട്ട് ഈ വീഡിയോ എഡിറ്റ് ചെയ്യാമെന്ന് അങ്ങനെ സമയം കിട്ടിയില്ല. അതാണ് ഇത്ര ലേറ്റ് ആയത്. കിഴി പൊറോട്ടയൊക്കെ ആവിയൊക്കെ വെച്ചെടുത്തപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കറിയുടെയും ആ ഒരു ചിക്കൻ ഫ്രൈയുടെയും എല്ലാത്തിൻ്റെയും ഒക്കെ ഫ്ലേവറൊക്കെ ഇറങ്ങി അടിപൊളിയാണ്. ഞങ്ങൾ 4 പേരാണ് വീട്ടിലുള്ളത്. അപ്പോൾ 4 പേർക്കുള്ള പ്ലേറ്റൊക്കെ എടുത്തിട്ടുണ്ട്. ആൾക്ക് 2 എണ്ണം വീതം 8 പൊറോട്ട വെച്ചാണ് കിഴി പൊറോട്ട സെറ്റാക്കി എടുത്തത്. അങ്ങനെ കിഴി പൊറോട്ടയൊക്കെ എല്ലാവർക്കും ഉള്ള കിഴി പൊറോട്ടയൊക്കെ എടുത്ത് ഇങ്ങനെ മാറ്റി വയ്ക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ പൊറോട്ട അങ്ങനെ എല്ലാവരെയും പ്ലേറ്റിലൊക്കെ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അത് കിഴി പൊറോട്ട നല്ല കുതിർന്നിരിക്കുന്നതുകൊണ്ട് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അതാണെങ്കിൽ നല്ല ചൂടുണ്ട്. ആവിയിൽ ഇങ്ങനെ കിഴി കെട്ടി ആവി വെച്ചെടുത്തുകൊണ്ട് നല്ല ചൂടുണ്ട്. ഇതാണ് കിഴി പൊറോട്ടയുടെ ലാസ്റ്റ് ലെയർ. അപ്പോൾ ഉമ്മ ടേസ്റ്റ് ചെയ്യാൻ എടുത്തിട്ടുണ്ട്. കിഴി പൊറോട്ട നല്ല ടേസ്റ്റാണ്. ഉമ്മ പറയുന്നത് നല്ല ടേസ്റ്റാണ്, ഉമ്മ പറയുന്നതല്ല കഴിച്ച് നോക്കിയിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അടിപൊളിയായിരുന്നു. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വലിയ ബുദ്ധിമുട്ടൊന്നുമുള്ള ഒരു ഡിഷല്ല. ഒരു ബിരിയാണി വയ്ക്കുന്നതിന് അത്ര പാടൊന്നുമില്ല, എളുപ്പമാണ്. അത് കണക്ക് പൊറോട്ട വീട്ടിലെല്ലാം ഉണ്ടാക്കുന്ന പുറത്താണ് വാങ്ങുന്നതെങ്കിൽ കുറേ കൂടിയൊക്കെ എളുപ്പമാണ്. ടേസ്റ്റും നല്ല കറിയൊക്കെ നമ്മൾ കിഴി കെട്ടി ആവി വെച്ചൊക്കെ എടുക്കുന്നതുകൊണ്ട് ആ കറിയുടെയും പിന്നെ ഉള്ളി വറുത്തിട്ടത്, കാഷ്യൂനട്ട്, അതും പിന്നെ തേങ്ങാപ്പാൽ, മെയിൻ എൻ്റെ ഏറ്റവും ഹൈലൈറ്റ് തേങ്ങാപ്പാൽ ഒഴിക്കുന്നതാണ്. ഭയങ്കര ടേസ്റ്റാണ് തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ. നന്നായിട്ട് കുറേ കൂടി പൊറോട്ട നല്ല സോഫ്റ്റായിട്ട് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ വീട്ടിൽ വെക്കേഷൻ ടൈമൊക്കെ അല്ലേ, എല്ലാവരും ഉണ്ടാക്കുക, ട്രൈ ചെയ്ത് നോക്കുക. മാക്സിമം വീട്ടിലുണ്ടാക്കി കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നോക്കുക. പൊറോട്ട പ്ലെയിനായിട്ടൊക്കെ വാങ്ങിച്ച് കറിയും ഗ്രേവിയും ചിക്കൻ ഫ്രൈ ഒക്കെ കൂട്ടി കഴിക്കുന്നതിനേക്കാളും കുറച്ച് ഒന്ന് പണിപ്പെട്ട സംഭവം കുറേ കൂട്ടി ടേസ്റ്റിൽ കഴിക്കാം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.